കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടിയിരിക്കുന്നു. 10ാം ബ്ലോക്കിലെ 20ാം നമ്പർ സെല്ലിൽ നിന്നാണ് മൊബൈൽ ഫോൺ പിടികൂടിയത്. ജയിൽ സൂപ്രണ്ടിന്റെ പരാതിയിൽ 3 തടവുകാർക്കെതിരെ കേസെടുത്തു. നിഖിൽ അളവൂരുണ്ട് നമുക്കൊപ്പം. നിഖിൽ, ആരൊക്കെയാണ് ഈ തടവുകാർ? ബിന്നില് കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം ബ്ലോക്കിൽ 20ാം നമ്പർ സെല്ലിൽ താമസിക്കുന്ന മുഹമ്മദ് ഷബീർ, രാജേഷ്, പ്രജൂൺ ഇവരിൽ നിന്നാണ് മൊബൈൽ ഫോൺ പിടിച്ചെടുത്തിരിക്കുന്നത്. അതീവ രഹസ്യമായി ഒളിപ്പിച്ചു വെച്ച നിലയിലായിരുന്നു ഈ ജയിൽ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുമ്പോൾ ഈ ഫോണുകൾ ഉണ്ടായിരുന്നത്. കിടക്കാൻ നൽകിയ പായയ്ക്ക് അടിയിൽ തുണി ഉപയോഗിച്ച് ഒരു പ്രത്യേക മറ സൃഷ്ടിച്ച് അതിനകത്ത് സൂക്ഷിച്ചു വെച്ച നിലയിലായിരുന്നു മൊബൈൽ കണ്ടെത്തിയത്. കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് നിന്ന് മൊബൈൽ ഫോണുകളും ഒപ്പം തന്നെ ഇലക്ട്രോണിക് ഡിവൈസുകളും നിരന്തരം പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് തന്നെ സംസ്ഥാന ജയിൽ മേധാവിക്ക് ഒരു റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന തലത്തിൽ ലഭിച്ച നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശക്തമായ പരിശോധനകൾ കണ്ണൂർ സെൻട്രൽ ജയിലിനകത്ത് നിരന്തരം നടത്തി വരുന്നുണ്ടായിരുന്നു. ഇങ്ങനെ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് കഴിഞ്ഞ ദിവസം ഈ മൊബൈൽ ഫോൺ കണ്ടെത്തിയത്. പിന്നീട് കണ്ണൂർ ടൗൺ പോലീസിന് ഈ പരാതി കൈമാറുകയായിരുന്നു. ഏതായാലും പോലീസ് ഇപ്പോൾ 3 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശരി, നിഖിൽ അളവൂരാണ് വിവരങ്ങൾ നൽകിയത്. 3 പേർക്കെതിരെ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. കണ്ണൂർ സെൻട്രൽ ജയിലിൽ വീണ്ടും മൊബൈൽ ഫോൺ പിടികൂടിയിരിക്കുകയാണ്.